വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സന്ദേശം അനുഗ്രഹം യേശുവിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഒരു സ്ത്രീ. അനുഗ്രഹം പിടിച്ചു വാങ്ങിയ ഒരു സ്ത്രീയെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നതാണോ അനുഗ്രഹം? എന്നാൽ ഇവിടെ ഈ കഥാപാത്രം അങ്ങനെ പ്രാപിച്ചതായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശു അനുഗ്രഹം കൊടുത്തതല്ല, യേശു സുഖപ്പെടുത്തിയതല്ല. എന്നാൽ ഈ സ്ത്രീ യെശുവിൽ നിന്ന് പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത്. അത് എപ്രകാരമാണ് അതിന് സഹായകരമായ കാര്യങ്ങളെന്ന് ഈ തിരുവചന ഭാഗം വളരെ മനോഹരമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ അപ്രകാരം ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലും സെയിം അത്ഭുതം, അനുഗ്രഹം നിങ്ങൾക്കും പ്രാപിക്കുവാനായിട്ട് സാധിക്കും. തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 21 മുതലുള്ള തിരുവചന ഭാഗമാണ്. ജൈറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുവാനായിട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച്, വഴിയിൽ വെച്ച് രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ആ സ്ത്രീ യേശുവിനെ കാണുന്നതും യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുമായ സംഭവമാണുള്ളത്. ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ ഏറെ സ്പർശിച്ച 6-7 കാര്യങ്ങൾ, പോയിന്റുകൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഈ ജൈറോസ് യേശുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ കൊച്ചുമകൻ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവൻ്റെ കൂടെ പോയി. യേശു അവൻ്റെ കൂടെ പോയി. ഓരോ വാക്കും ആഴത്തിൽ നമ്മൾ ധ്യാനിക്കുകയും ബോധ്യപ്പെടുകയും വിശ്വസിക്കുകയും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജൈറോസ് പറയുകയാണ്, എൻ്റെ കൊച്ചുമകൾ രോഗം മൂർച്ഛിച്ച് വീട്ടിൽ കിടക്കുകയാണ്, അങ്ങ് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കൈകൾ വെച്ച് അവളെ സുഖപ്പെടുത്തണം. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: യേശു അവൻ്റെ കൂടെ പോയി. ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല യേശു പറഞ്ഞത്, ഇപ്പോൾ സമയമില്ലെന്നോ നാളെ ആട്ടെ എന്നും അല്ല യേശു പറയുന്നത്. അപ്പോൾ തന്നെ യേശു അവൻ്റെ കൂടെ പോകുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവനാണ് യേശു. നമ്മളിൽ ഒരുവനായി നമ്മോടൊപ്പം, നമ്മളോട് ചേർന്ന് നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യേശു.
നമുക്കറിയാം എമ്മൗസിലേക്ക് യാത്ര ചെയ്ത ആ 2 ശിഷ്യന്മാരോടൊപ്പം യേശു യാത്ര ചെയ്തതായിട്ട്. അവർ പോലും തിരിച്ചറിഞ്ഞില്ല. കാരണം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവരോട് ഇഴുകിച്ചേർന്ന് ആ നാട്ടുകാരിൽ ഒരുവനെ പോലെ വർത്തമാനം പറഞ്ഞ് നടന്നതുകൊണ്ട് ഇത് യേശുവാണെന്ന് പോലും അവർക്ക് തോന്നിയില്ല. അത്രമാത്രം അവരോട് കൂടെ സംസാരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് യേശു അവരോടൊപ്പം പോവുകയാണ്. അതിൻ്റെ അവസാനത്തിലാണ് അത്ഭുതം നടക്കുന്നത്, അല്ലേ? അവർ കണ്ട അത്ഭുതം. എന്നാൽ ഇവിടെയും യേശു ഈ ജൈറോസിനോടൊപ്പം കൂടെ പോവുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഹൃദയത്തിൽ നിന്ന് പറയട്ടെ, യേശു നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. ദൈവത്തെ ധ്യാനകേന്ദ്രങ്ങളിൽ നമ്മൾ ഒതുക്കരുത്. പള്ളിയിൽ ഇരുത്താൻ നോക്കിയാൽ ഇരിക്കുന്നയാളല്ല യേശു. ദൈവത്തെ സ്വർഗത്തിൽ മാത്രം വസിക്കുന്ന ഒരു ദൈവമായിട്ട് നിങ്ങൾ കാണരുത്, ഫിക്സ് ചെയ്യരുത്. അങ്ങനെ ആത്മീയ സ്ഥലങ്ങളിൽ മാത്രം ഇരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ, യേശുവിനെ കാണണമെങ്കിൽ അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് തിരുമുഖം കാണിച്ചാലേ ദൈവം പ്രസാദിക്കുകയുള്ളൂ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ എന്ന് വിചാരിക്കരുത്. അത് പഴയ നിയമ കാഴ്ചപ്പാടാണ്. യേശു എമാനുവേൽ ആണ്, അവൻ നമ്മോട് കൂടെ. യേശുവിൻ്റെ ലാസ്റ്റ് മെസ്സേജ് ശിഷ്യന്മാരോട് യേശു എന്താ പറഞ്ഞത്? നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ കാണുമെന്നല്ല ഞാൻ പറഞ്ഞത്. ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നിടത്ത് അവിടെ യേശു ഉണ്ട്, ദിവ്യകാരുണ്യ ആരാധനയിൽ യേശു ഉണ്ട്. എന്നാൽ അവിടെ കാണുമെന്നാണോ യേശു പറഞ്ഞല്ല, നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം എന്താണ്? എമ്മാനുവേൽ, ആത്മാവായി അവൻ അവരോട് കൂടെ യാത്ര ചെയ്ത് അത്ഭുതങ്ങൾ ചെയ്ത് അവരുടെ പ്രസംഗത്തെ സ്ഥിരീകരിച്ചു എന്ന് ബൈബിൾ പറയുക. പ്രിയമുള്ളവരെ, നിങ്ങൾ ആത്മാവിൽ ജനിച്ചവരാണെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കാം. നമ്മൾ ദൈവ മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, യേശു നമ്മെപ്പോലെ, നിങ്ങൾ ദൃശ്യമായ നിങ്ങളുടെ മുമ്പിൽ കണ്ണുകൊണ്ട് കാണുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, അല്ലേ? കൂട്ടുകാർ, സ്നേഹിതർ, അവർ യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ യാഥാർത്ഥ്യത്തോടെ നമ്മോട് കൂടെ നമ്മുടെ ഒപ്പം വരുന്നൊരു വ്യക്തിയാണ് യേശു. ഒരുപക്ഷെ നിൻ്റെ ദൃശ്യമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും അദൃശ്യമായ കണ്ണുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എത്രയോ തവണ ആ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവർ, യേശുവിനെ തേടി, ഈശ്വരനെ തേടി എങ്ങും നിങ്ങൾ ഓടേണ്ട, പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകേണ്ട. നിന്നെ തേടി അവൻ വരികയാണ്. നീ അവനെ തേടി പോകണ്ട. അവനോടൊപ്പം യേശു വീട്ടിലേക്ക് പോയി. അതെ, നിന്നോടൊപ്പം. നീ എവിടെ പോകുന്നു? നിൻ്റെ ജോലി സ്ഥലത്ത്, ഓഫീസിൽ, കോളേജിൽ, സ്കൂളിൽ, വീട്ടിൽ, കൃഷിസ്ഥലത്തോ എവിടെയാണ്? അവിടെ നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു യേശുവാണ് നമ്മുടെ യേശു. അത്ര സിമ്പിളാണ് അവൻ, അത്ര സ്നേഹവാനാണ് അവൻ. അങ്ങനെയൊന്നും അവനെ കണ്ടേ. ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. രണ്ടാമത് ഇവിടെ എനിക്ക് പറയാനുള്ളത്, അവിടെ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. വലിയ രക്തസ്രാവം പിടിപെട്ട ഒരു സ്ത്രീ. 12 വർഷം രക്തസ്രാവം പിടിപെട്ട ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ആ വലിയ ജനത്തിരക്കാണ് അവിടെ. യേശു വഴിയിലൂടെ പോവുകയാണ്. ഭയങ്കരമായ തിരക്കിയ ആൾക്കാർ ആ ഷയേശുവിനെ ഇങ്ങനെ അനുഗമിച്ചു കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇലക്ഷൻ കഴിഞ്ഞ സമയമാണ്. സ്ഥാനാർത്ഥികളൊക്കെ തെരുവിലൂടെ, അല്ലെങ്കിൽ റോഡ് ഷോ നടക്കുമ്പോൾ, ജീപ്പയിലൊക്കെ വരുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് തിരക്കി വരുന്നത്. ഇതുപോലെ ആ പുരുഷാരം, ജനക്കൂട്ടം മുഴുവൻ യേശുവിനെ തിരക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ്
12 വർഷം രക്തസ്രാവമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി. അതിനെ പാവപ്പെട്ട പെൺകുട്ടി എന്ന് പറയുന്നത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവളുടെ എല്ലാം തന്നെ വിറ്റുപിറക്കി, അവസാനത്തെ തൊട്ട് പോലും വിറ്റുപിറക്കി വൈദ്യന്മാർക്ക് കൊടുത്തെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആശുപത്രി കയറി ഇറങ്ങി, മരുന്നുകൾ മാറി 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 കഴിച്ചു. ഇനി അവളുടെ കയ്യിൽ 5 പൈസ ഇല്ല. കൈവശമുണ്ടായിരുന്നത് മുഴുവൻ ചെലവഴിച്ചിട്ടും എന്ന് പറഞ്ഞാൽ ദരിദ്രയായി, അവൾ പട്ടിണിയായി. എന്നിട്ടും സൗഖ്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അവൾ രോഗിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അനേകരിന്ന് വളരെയധികം രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. രോഗം മൂർച്ഛിച്ച് കഷ്ടപ്പെട്ട് ആശുപത്രികളിൽ മരുന്നിന് വേണ്ടിയിട്ട്, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പണം കൊടുത്ത് ദരിദ്രരായവർ അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വേറെ പല വിധത്തിൽ വീട് വെക്കാനായിട്ട്, സ്ഥലം വാങ്ങാനായിട്ട് ബാങ്കിൽ നിന്ന് പണം വാങ്ങി അങ്ങനെ കടം കയറി ആ പൈസ റിട്ടേൺ ആയിട്ട് അടയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ കടം കയറി മുടിഞ്ഞവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വളരെയധികം തകർന്ന ജീവിതങ്ങളാണോ നിങ്ങളിൽ ചിലരെങ്കിലും? നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. അവൾ മുഴുവൻ സമ്പത്തും തൻ്റെ സൗഖ്യത്തിന് വേണ്ടി വിറ്റുപിറക്കിയവളാണ്. കാരണം അത്രമാത്രം രോഗമാണ് രക്തസ്രാവം. നമുക്കറിയാം, സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസം വരാറുള്ള അത് നോർമൽ പ്രോസസ്സാണത്. ഒരു സ്ത്രീ എന്നതിൻ്റെ അടയാളമായിട്ട് അവർക്കുണ്ടാകുന്ന. എന്നാൽ ചില സ്ത്രീകൾക്ക് അതിസ്വാഭാവികമായ വിധത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനധികമായിട്ട് ആഴ്ചകളോളം അല്ലെങ്കിൽ നിൽക്കാതെ ഈ ബ്ലീഡിങ് വരുന്ന അവസ്ഥയുണ്ട്. അവരെ സംബന്ധിച്ചോളം വളരെയധികം ബുദ്ധിമുട്ടാണ്. അവർക്ക് ഒരു വീട്ടിലാണെങ്കിൽ വീടിന് മുറിക്കകത്തുനിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവരസ്വസ്ഥപ്പെടുന്ന വ്യക്തികളാണ്. ഭയങ്കരമായ അസ്വസ്ഥതയാണ്. കാരണം ബ്ലീഡിങ് എപ്പോഴുള്ളത് കാരണം അവർക്ക് പൊതുസമൂഹത്തിലോട്ട് അവർക്ക് പോകാൻ പറ്റുകയില്ല. കുടുംബത്തിലുള്ളവരോട് തന്നെ ഇടപെടാനോ പുറത്തോട്ട് ഇറങ്ങാനോ അവർ സാധിക്കാൻ പറ്റാത്ത വ്യക്തികളായിട്ട് അവർ മാറും. അപ്പോൾ അവരുടെ ടെൻഷൻ, അവരുടെ വേദന, അവരുടെ ദുഃഖം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അങ്ങനൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവൾ എന്തു ചെയ്തു? അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. കേട്ടോ, യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവൻ്റെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടായി, അവിടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടായി, അവിടെ മനസ്സിൻ്റെ തലത്തിൽ വ്യത്യാസങ്ങളുണ്ടായി, അവിടെ വിചാരങ്ങൾക്ക് മാറ്റമുണ്ടായി. വീട്ടിൽ അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടി വളരെ പാവപ്പെട്ടവളായി പുറത്ത് സമൂഹത്തിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ കുറ്റബോധത്താലും നിരാശയാലും തകർന്നവളായി അടിഞ്ഞു കടന്നവള് യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഹല്ലേലൂയ, അവരുടെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ടായി, അവരുടെ ഭാവനകൾക്ക് വ്യത്യാസമുണ്ടായി, അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി, ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിലോട്ട് വരാൻ തുടങ്ങി. എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തും, എൻ്റെ യേശു എന്നെ സൗഖ്യം നൽകും. യേശുവിനെ കുറിച്ച് കേട്ടു. യേശു ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ആരെങ്കിലൊക്കെ പറഞ്ഞ് കേട്ട് അവളുടെ മനസ്സിൽ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ഏറ്റവും അതിപ്രധാനമായി എംഫസിസ് ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുക. യേശുവിനെ നിങ്ങൾ അറിയണം. യേശു നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറണം. നമ്മുടെ ഹൃദയത്തിലെ ചങ്കായിട്ട് യേശു മാറണം. നമ്മൾ യേശുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക. കേട്ട് വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലോട്ട് തുളച്ച് കയറും. നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. റോമാ 10:17 എന്താ പറയുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം അതാണ് നമ്മളെ വിശ്വാസത്തിലോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി
ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാകുന്നു. അപ്പോൾ ഫെയ്ത്ത് നമുക്കുണ്ടാകുന്നത് സുവിശേഷത്തിൽ നിന്ന്. സുവിശേഷം ഈ സുവിശേഷം നമ്മൾ കേൾക്കണം. അപ്പോൾ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ കേൾക്കണം. എന്ത് കേൾക്കണം? സുവിശേഷം കേൾക്കണം. എന്ത് സുവിശേഷം? യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേൾക്കണം. ഹല്ലേലൂയ. യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ഈ ഫെയ്ത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. നിർജീവമായിരിക്കുന്ന നമ്മുടെ ശരീരം ബലം പ്രാപിക്കും, നമ്മുടെ മനസ്സിന് ബലം പ്രാപിക്കും, നിരാശകൾ വിട്ടുപോകും, പ്രത്യാശ കൊണ്ട് നിറയും നമ്മൾ. ഇവൾ എന്ത് ചെയ്തു? യേശുവിനെക്കുറിച്ച് കേട്ട അവൾക്ക് പിന്നെ ആ വീടിനകത്ത് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അവൾക്ക് വീടിനകത്ത് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അഭിഷേകം ഒരു വ്യക്തിയിലോട്ട് വന്നാൽ ആ വ്യക്തിയെ അടക്കി വെക്കാൻ പറ്റുകയില്ല. യേശുവിൻ്റെ ശക്തി ഒരു വ്യക്തിയിലോട്ട് വന്നാൽ ആ വ്യക്തിയെ അടക്കി പിടിച്ച് അമർത്തി വെക്കാൻ പറ്റുകയില്ല. പൊട്ടിപ്പോകും. പ്രഷർ കുക്കർ പൊട്ടുന്ന പോലെ പൊട്ടും. ഇതാണ് ക്രിസ്തുവിൻ്റെ ശക്തി. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശുവിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി, ശക്തി വർദ്ധിക്കാൻ തുടങ്ങി, പ്രത്യാശ വർദ്ധിക്കാൻ തുടങ്ങി. സമൂഹത്തെ ഭയന്ന്, അയൽവക്കംകാരെ നാട്ടുകാരെ ഭയന്ന്, താൻ രോഗിയാണെന്നുള്ള ചിന്തയാലും അപകർഷതാബോധത്താലും വീടിനകത്ത് ഒതുങ്ങിയിരുന്നവൾ മൊട്ട പൊട്ടി കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ ഇവൾ വീട് വിട്ട് പുറത്തോട്ടിറങ്ങാൻ തുടങ്ങി. എന്നാൽ എപ്പോഴാണ് യേശു ഇതുവഴി വരുന്നതെന്ന് അവൾ ആരായാൻ തുടങ്ങി. അവൾ എന്ത് ചെയ്തു? യേശു വരുന്ന വഴിയെ ജനക്കൂട്ടം മുഴുവൻ തിക്കിത്തിരക്കി വരിക, അവരുടെ ഇടയിലൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. ഹല്ലേലൂയ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജനക്കൂട്ടം വലിയ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ തിക്കിത്തിരക്കുകയായിരുന്നു. ഈ ജനക്കൂട്ടം ഉണ്ടായിരുന്നു എങ്കിലും ഈ ജനക്കൂട്ടം അവൾക്കൊരു തടസ്സമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, എവിടെയെങ്കിലും വലിയ ജനക്കൂട്ടം, ഒരു നേതാവ് വരിക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബിഷപ്പ് വരിക എന്ന് വിചാരിക്കുക. പള്ളിയിൽ ഭയങ്കര 10-50 പേര് ഇടിച്ച് ഇങ്ങനെ ബിഷപ്പിനെ കാണാൻ നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിനെ കാണാൻ നിൽക്കുവാണെങ്കിൽ നമ്മളങ്ങോട്ട് പുറകോട്ട് മാറി നിൽക്കും. എന്തിനാ അതിൻ്റെ ഇടയ്ക്കൂടെ പോയി ശല്യം ചെയ്യുന്നത്, അല്ലേ? ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഇടയ്ക്കൂടെ ചെയ്യുന്നത്, പോയി ഇട്ടിച്ച് അവരെ തൊടാനൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതി നമ്മൾ മാന്യത നടിച്ച്, അല്ലെങ്കിൽ സമൂഹത്തെ ഭയന്ന്, നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി പലപ്പോഴും നമ്മൾ മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഈ സ്ത്രീ അങ്ങനെ, ആ സ്ത്രീക്ക് ചിന്തിക്കാൻ എല്ലാ കാരണങ്ങളും അവിടെയുണ്ട്. കാരണം രക്തസ്രാവക്കാരി സ്ത്രീകളെ ആ കാലഘട്ടത്ത് പുറംജാതിക്കാരായിട്ട് അകറ്റി മാറ്റി നിർത്തിയിരിക്കുക. വെറുക്കപ്പെട്ടവരായി സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുകയാണ് അവരെ മാറ്റി നിർത്തിയിരിക്കുക സമൂഹം തന്നെ. അങ്ങനെയുള്ള സ്ത്രീയാണ് യേശുവിൻ്റെ അടുക്കലോട്ട് വന്നത്. അപ്പോൾ വലിയ ജനക്കൂട്ടം, ആ ജനക്കൂട്ടം ഉണ്ടായിരുന്നുവെങ്കിലും അവളുടെ ഉള്ളിൽ യേശുവിനെ തൊടണം, യേശുവിൻ്റെ വസ്ത്രത്തെ തൊടണം, യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ അവൾ മുന്നോട്ട് പോവുകയാണ്. ശിഷ്യന്മാരൊരു കൂട്ടരുണ്ട്, 72 ശിഷ്യന്മാർ വേറെയുണ്ട്, വേറെ വിശ്വാസികൾ കുറേ പേരുണ്ട്, സൗഖ്യം പ്രാപിക്കാൻ വലിയ ജനക്കൂട്ടമുണ്ട്. എങ്കിലും ഈ പ്രതിബന്ധങ്ങളൊന്നും അവർക്കൊരു തടസ്സമല്ല. അവരുടെ ഇടയിലൂടെ തിരക്കി അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ ചെന്നോടുകയാണ്. സട്ടൻ യേശുവിൽ നിന്ന് ശക്തി അവളിലേക്ക് പുറപ്പെട്ടു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നിങ്ങൾ ആവശ്യക്കാരാണോ? ആവശ്യക്കാരാ, നിങ്ങളുടെ മുമ്പിൽ ഒന്നും തടസ്സമായിരിക്കുകയില്ല. അവളുടെ സൗഖ്യം അവൾ അനുഭവിച്ചു. ബൈബിൾ പറയുകയാണ്, അവളുടെ ശരീരത്തിൽ അവൾ സൗഖ്യം ഫീൽ ചെയ്തു, അനുഭവിച്ചു. സ്പർശം അവളുടെ ശരീരത്തിൽ അത് അനുഭവവേദ്യമായി. പ്രിയമുള്ളവരെ, യേശു ഒരു യാഥാർത്ഥ്യമാണ്. അവൻ്റെ വിടുതൽ, അവൻ്റെ അനുഗ്രഹം, അഭിഷേകം അതൊരു യാഥാർത്ഥ്യമാണ്. മനസ്സിലായോ? അത് അക്ഷരങ്ങളിൽ കിടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ ഞാൻ വർഷങ്ങളായിട്ട്
അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. യേശു ഒരു യാഥാർത്ഥ്യമാണ്. അവൻ്റെ സാന്നിധ്യം, അവൻ്റെ ബ്ലെസ്സിങ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത കാര്യം ഇതാ, ഈ ശക്തി പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ യേശു പെട്ടെന്ന് അവിടെ നിന്നു. യേശു യാത്ര ചെയ്യുക, ആ യാത്രാ മധ്യേ യേശു പെട്ടെന്ന് നിന്നു. യേശുവിനെ നിർത്തിക്കളഞ്ഞത് എന്താ? അവളെ വിശ്വാസമാണ്, അവളെ തൊടലാണ്. യേശുവിനെ നിർത്തുന്ന ഫെയ്ത്ത്, യേശുവിനെ നിർത്തിക്കളയുന്ന ഫെയ്ത്ത്. പെട്ടെന്ന് നിന്നിട്ട് യേശു അന്വേഷിക്കുക, തല ഉയർത്തി. ഇപ്പോൾ വലിയ ജനക്കൂട്ടമല്ലേ, അപ്പോൾ യേശു ഇങ്ങനെ അവളെ അന്വേഷിക്കുക, ഇങ്ങനെ തല പൊക്കി ഇങ്ങനെ നോക്കുക. എന്തേ? ആരാ ആരാ ആരാ? ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ നീ എന്നെ അന്വേഷിക്കുന്നത്, നിന്നെ തൊട്ടവൻ ആരാന്നോ? ഇത്രയും ആൾക്കാരെ ഇടിച്ച് തിക്കി നിരക്കി ഇങ്ങനെ മുട്ടി ഉരുമിയൊക്കെ നടക്കുമ്പോൾ എന്നെ തൊട്ടയാളാരാന്ന് നീ അന്വേഷിക്കുന്ന ആവശ്യമുണ്ടോ? ശിഷ്യന്മാർ ചോദിക്കുക. പക്ഷേ നിങ്ങൾ തട്ടുകയും മുട്ടുകയും ഉരുമുകയും എല്ലാം ചെയ്തു, പക്ഷേ തൊട്ടതൊരാളാണ്. നിങ്ങളെന്നെ കെട്ടിപ്പിടിച്ച് നടക്കുക, മുട്ടി ഉരുമിയാണ് നടക്കുന്നത്, തട്ടി മുട്ടിയാണ് നടക്കുന്നത്, പക്ഷേ എന്നെ തൊട്ടതൊരാളാണ്. ആ തൊട്ടയാളെ യേശു അന്വേഷിക്കുക. തല ഉയർത്തി. യേശുവിൻ്റെ കണ്ണുകൾ തല ചുറ്റുപാടും തിരിഞ്ഞു, കണ്ണുകൾ ചുറ്റുപാടും പതറുകയാണ്. എന്നെ തൊട്ടതാരാ, എന്നെ തൊട്ടതാരാ? ആ വലിയ സമൂഹം മുഴുവൻ യേശുവിൻ്റെ പിന്നാലെ, യേശുവിൻ്റെ നോട്ടത്തിൻ്റെ പിന്നാലെ പോകുകയാണ്. തന്നെ തൊട്ടയാളെ അന്വേഷിക്കുന്ന യേശുനാഥൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്ത്രീയെ കർത്താവ് അന്വേഷിക്കുകയാണ്. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അവിടെ ശിഷ്യന്മാരുണ്ട്, പലതരത്തിലുള്ള പല കാറ്റഗറി ശിഷ്യന്മാരുണ്ട്. യേശുവിൻ്റെ സൗഖ്യം പ്രാപിക്കാൻ ആൾക്കാരുണ്ട്, യേശുവിനെ വെറുതെ ഫോളോ ചെയ്യുന്നവരുണ്ട്, കാണാൻ വേണ്ടി അനേക സമൂഹമാണ്. അതിൻ്റെ ഇടയിൽ യേശു അന്വേഷിച്ചത് ഒരൊറ്റ വ്യക്തിയെ യേശു അന്വേഷിച്ചത്. ആരെയാ? തന്നെ തൊട്ടയാളെ, യേശുവിനെ തൊടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ, യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ, ഏത് പ്രതിസന്ധികളുടെ നടുവിലും അതിൻ്റെ ഇടയിലൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ യേശു കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ യേശു കാണാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ടത്തിൽ ഒരാളായി ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ മാറ്റപ്പെടുവോ? അല്ലെങ്കിൽ തട്ടിമുട്ടി ഈ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ മലയാറ്റൂർ മല കയറാൻ പോകുമ്പോൾ ആയിരങ്ങളാണ് വരുന്നത്, ആയിരങ്ങൾ. ഓരോരോ പുണ്യസ്ഥലങ്ങളിൽ ആയിരങ്ങളാണ് വരുന്നത്. ആയിരങ്ങളെ കാണാൻ കർത്താവ് നിൽക്കുന്നില്ല, വ്യക്തിപരമായി ഒറ്റയ്ക്ക് ഇരിക്കുന്നവരെ കാണാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന മകനെ കണ്ടു, ചെക്കമ്മൂർ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആളെ കണ്ടു, അവിടെ മീൻപിടുത്തക്കാരനായിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ആളെ കണ്ടു. അനേക സ്ഥലങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, നീ ഒറ്റയ്ക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് വിശ്വാസത്താൽ കടന്നു വരാൻ തയ്യാറാണെങ്കിൽ നിന്നെ കാത്തിരിക്കുന്ന, നിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്, ഒരു വിശ്വാസിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്, അവൻ കണ്ണ് പതറുകയാണ് നിന്നെ കാണാൻ. ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശു അല്ല അവിടെ സൗഖ്യം കൊടുത്തത്. യേശു അവിടെ സൗഖ്യം അവൾക്ക് കൊടുത്തില്ല, അല്ലേ? യേശു അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ യേശു അവളുടെ അടുക്കൽ ചെന്ന് എന്നെ സുഖപ്പെടുത്തുകയോ ചെയ്യണമെന്ന് പറയുകയോ തലയെ കൈവെക്കുകയോ ഒന്നും ചെയ്തില്ല. യേശുവോടെ പറയണം, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ? അവളുടെ വിശ്വാസമാണ് അവൾക്ക് സൗഖ്യം നൽകിയത്. എന്ത് വിശ്വാസം? അവളുടെ രക്തസ്രാവക്കാരി സ്ത്രീയായ അവളുടെ യേശുവിലുള്ള വിശ്വാസത്താൽ സൗഖ്യം അവൾ പ്രാപിച്ചു. യേശു അവളുടെ തലയിൽ കൈവച്ചില്ല, യേശു അവളെ വിളിച്ചില്ല, തൊട്ടില്ല, ഒന്നും ചെയ്തില്ല. യേശു അങ്ങോട്ട് എന്നാൽ നിനക്ക് സൗഖ്യം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുമില്ല. യേശു സൗഖ്യം കൊടുക്കാതെ യേശുവിൽ നിന്ന് സൗഖ്യം അവൾ പിടിച്ചു വാങ്ങി, അവൾ പ്രാപിച്ചെടുത്തു. ഹല്ലേലൂയ. എങ്ങനെയാണ് സാധിച്ചത്? വിശ്വാസമെന്ന ഒരു പാലം യേശുവിലേക്ക് അവൾ ഇട്ടു.
വിശ്വാസം എന്നൊരു പാലം യേശുവിലേക്കിലിട്ട് തൊട്ടപ്പോൾ ആ പാലത്തിലൂടെ അവളിലേക്ക് സൗഖ്യം അവളിലോട്ട് കടന്നു വന്നു. യേശുവിൻ്റെ സൗഖ്യം അവളിലോട്ട് കടന്നു വന്നു. നിന്റെ വിശ്വാസം നിനക്ക് സൗഖ്യം നൽകി. പ്രിയ സഹോദര, ഈ ശബ്ദം കേൾക്കുന്ന സ്നേഹിതരെ, നിന്റെ വിശ്വാസം നിനക്ക് വിട്ടുതൽ നൽകും. നിന്റെ വിശ്വാസം നിനക്ക് അഭിവൃദ്ധി നൽകും. നിന്റെ വിശ്വാസം കടബാധ്യതയിൽ നിന്ന് വിടുതൽ നൽകും. നിന്റെ വിശ്വാസം നിനക്ക് ഉയർച്ച നൽകും. നിന്റെ വിശ്വാസം കുടുംബ സമാധാനം നിനക്ക് നൽകും. നിന്റെ വിശ്വാസം മാറാ രോഗത്തെ മാറ്റാൻ നിനക്ക് സാധിക്കും. നിന്റെ വിശ്വാസത്താൽ യേശുവിലൂടെ നിന്നെ ശല്യം ചെയ്യുന്ന പാപത്തിൽ നിന്നുള്ള വിടുതലുണ്ട്. നീ എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുക്കൽ വരിക, യേശുവിലേക്ക് വരിക, യേശുവിനെ കേൾക്കുക. യേശുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരെയും കൊടുക്കരുത്. അന്തോണീസിനെ വെക്കരുത്, യൂദാദാസിനെ വെക്കരുത്, മനസ്സിലായോ? മറ്റാരെയും കയറ്റി വെക്കരുത്. യേശുവിൻ്റെ അടുക്കൽ വരിക, യേശുവിനെ തൊടാൻ ശ്രമിക്കുക. അവനിൽ നിന്ന് നിന്നിലേക്ക് ശക്തി പുറപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ വിട്ടുതൽ പ്രാപിക്കുന്ന, അനുഗ്രഹം പ്രാപിക്കുന്ന ഒരാളെ നമ്മുടെ ദേശത്തുണ്ടോ എന്ന് കാണാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അവൻ നോക്കാൻ ശ്രമിക്കുകയാണ്. അതിലൊരാളായി നിങ്ങൾ മാറ്റപ്പെടട്ടെ. ഇന്നത്തെ സന്ദേശം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരിലേക്കും ഒരു അഭിഷേകവും വിടുതലും കുടുംബ സമാധാനവുമായി സൗഖ്യവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയൊരു സൗഖ്യം ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തികളിൽ രോഗികളുണ്ടെങ്കിൽ അവരിലേക്ക് ഇപ്പോൾ തന്നെ നിന്നെ ശക്തി പുറപ്പെടട്ടെ. രക്തസ്രാവക്കാരി സ്ത്രീയിലേക്ക് പുറപ്പെട്ട അതേ സൗഖ്യം യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ സംഭവിക്കട്ടെ. 1 പത്രോസ് 2:24 വചനത്തിൻ്റെ ആനന്ദശക്തിയുടെ അഭിഷേകം ഈ ലോകവ്യാപകമായി ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും വ്യാപരിച്ച് അവർ സൗഖ്യം പ്രാപിക്കട്ടെ, വിട്ടുതൽ പ്രാപിക്കട്ടെ. കടബാധ്യതയാൽ തകർന്നവർ അതിൽ നിന്ന് വിട്ടുതൽ പ്രാപിക്കട്ടെ. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് കർത്താവ് നിന്നിലോട്ട്, നിൻ്റെ വിശ്വാസത്തിലേക്ക് വരുവാൻ അനേക മക്കളെ നീ അനുഗ്രഹിക്കണമേ. ദൈവകൃപ എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥന ഘടനായി സ്തോത്രം കർത്താവേ. പിതാവാം ദൈവമേ, ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി